മറഞ്ഞിരിക്കുന്ന ശക്തി, ആജ്ഞാചക്രവും 7 ദിവ്യശ്വാസവും. സ്ക്രോൾ ചെയ്യുന്നത് നിർത്തൂ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ രഹസ്യം നൂറ്റാണ്ടുകളോളം ഒളിപ്പിച്ചുവെച്ചതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിമാർക്കറിയാമായിരുന്നതും ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യരിലേക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നതുമായ ഒരു ഗുപ്തജ്ഞാനം, രഹസ്യ അറിവാണിത്. ഈ വീഡിയോ നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു യാദൃശ്ചികതയായി കണക്കാക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഉണരാൻ തയ്യാറായിരിക്കുന്നു എന്നതിന്റെ മഹാദേവന്റെ സൂചനയാണിത്. ആ ശക്തിയെന്നും നിങ്ങളോടൊപ്പമുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അത് മറന്നുപോയി. മുന്നോട്ടു പോകുന്നതിനു മുമ്പ് നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വെറും 3 സെക്കൻഡിനായി നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് നിങ്ങളുടെ 2 പുരികങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിനെയാണ് നമ്മൾ ആജ്ഞാചക്രം അഥവാ ശിവന്റെ കണ്ണ് എന്ന് വിളിക്കുന്നത്. വെറും 3 സെക്കൻഡിനായി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നേരിയ മിന്നൽ, നേരിയ മർദ്ദം എന്നിവ അനുഭവപ്പെട്ടോ? ഇതാണ് നിങ്ങളുടെ അന്തർദൃഷ്ടി അഥവാ നിങ്ങളുടെ ഇന്നർ വിഷൻ. അത് സജീവമാകാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം സത്യമാണ് എന്ന് നിങ്ങളിപ്പോൾ സ്വയം തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും പ്രയാസത്തിലായിരിക്കുമ്പോൾ പറയാതെ തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് പെട്ടെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ ഓർക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ വിളി വന്നിട്ടുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ ഭാവനയല്ല, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിവെച്ചിട്ടുള്ള നിങ്ങളുടെ അതേ ദിവ്യശക്തിയാണിത്. നിങ്ങൾക്കും എപ്പോഴെങ്കിലും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക, ഐ ഫീൽ ഇറ്റ്. ഒരു പ്രധാന മുന്നറിയിപ്പ്: ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുകയോ അപൂർണമായി ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. കാരണം അപൂർണമായ അറിവ് എല്ലായ്പ്പോഴും അപകടകരമാണ്. ഈ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും അത്യാവശ്യ കാര്യം നഷ്ടപ്പെട്ടാൽ അതിന് നിങ്ങളിൽ നെഗറ്റീവ് ഫലമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത് മുഴുവനായി കാണുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒറ്റപ്പെട്ടതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനോടൊപ്പം മറ്റൊരു ലോകം കൂടി നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതും എന്നാൽ അനുഭവിക്കാൻ കഴിയുന്നതുമായ ഒരു സൂക്ഷ്മലോകം. ആ മറ ഇന്ന് നീങ്ങാൻ പോകുകയാണ്. നമ്മുടെ ഋഷിമാർ ഈ രഹസ്യജ്ഞാനത്തെ ഒരു അഗ്നി പോലെ കാത്തുസൂക്ഷിച്ചു. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ഒരു അഗ്നി, തെറ്റായി ഉപയോഗിച്ചാൽ നിങ്ങളെ കരിച്ചുകളയാൻ സാധ്യതയുള്ള ഒരു അഗ്നി. എന്നാൽ ഇപ്പോൾ പ്രപഞ്ചത്തിലെന്തോ മാറുകയാണ്. ഊർജം മാറുന്നു. ലോകത്തെ മൂടിയിരിക്കുന്ന മായയുടെ മറ ഇപ്പോൾ നേർത്തുവരുന്നു. കൂടുതൽ ആളുകൾ ആ അദൃശ്യലോകം കാണാൻ സജ്ജരായിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യോഗികൾ കണ്ടെത്തിയ ഈ സത്യം ഇന്നത്തെ ശാസ്ത്രവും അംഗീകരിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് ഓരോ സെക്കൻഡിലും ഏകദേശം 1,10,00,000 വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ കോൺഷ്യസ് മനസ്സിന്, ബോധമനസ്സിന് ഇതിൽ 40 ബിറ്റിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ എവിടെ പോകുന്നു? അതിനെ നമ്മുടെ തലച്ചോറ് ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. പക്ഷേ ആ മറഞ്ഞിരിക്കുന്ന വിവരങ്ങളിൽ എത്തിച്ചേരാൻ ഒരു വഴിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ആ ഫിൽട്ടർ ചെയ്ത വിവരങ്ങളിൽ മറ്റാർക്കും കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് കാണാനുള്ള ശക്തി നൽകുന്ന രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ കൈവയ്ക്കുക. ഈ വീഡിയോ തുടങ്ങിയത് മുതൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് മാറിയതായി അനുഭവിക്കുക. ഇത് വെറും ഉത്തേജനമല്ല. നിങ്ങളുടെ ബോധമനസ്സ് ഇതുവരെ മനസ്സിലാക്കാത്ത വിവരങ്ങളോട് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നതാണ്. നിങ്ങൾ വളരെ ആഴത്തിലുള്ള ഒരു സത്യത്തോട് അടുക്കുകയാണെന്ന് നിങ്ങളുടെ ശരീരത്തിന് മുൻപേ അറിയാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പത്തെപ്പോലെ ഒരിക്കലും ആയിരിക്കില്ല. ലോകത്തെ കാണാനുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറും. നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു 3ാം കണ്ണുണ്ട് എന്ന കാര്യം അവർ നിങ്ങളെ ഒരിക്കലും അറിയിക്കാൻ ശ്രമിക്കില്ല. ഇതൊരു കഥയല്ല. നിങ്ങളുടെ ശ്വാസമെടുക്കുന്നത് പോലെ തന്നെ യഥാർത്ഥമായ ഒരു ശക്തിയാണിത്. ഓരോ രാത്രിയിലും നിങ്ങൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ ശക്തിയാണ് ഉപയോഗിക്കുന്നത്. ഈ കണ്ണുകൾ ഉപയോഗിക്കാതെ സ്വപ്നങ്ങളിൽ നിങ്ങൾ ഒരു മുഴുവൻ ലോകത്തെയും എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കൂ. അവർ എങ്ങനെയാണ് ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോലും സന്തോഷത്തോടെ നോക്കുന്നത്? മുതിർന്നവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവർ ഭാവനയല്ല ചെയ്യുന്നത്, അവർ അവരുടെ ഈ ദിവ്യദൃഷ്ടി സ്വാഭാവികമായി ഉപയോഗിക്കുകയാണ്. നിങ്ങൾ മുമ്പ് ചെയ്തിരുന്നതുപോലെ ഈ കാര്യങ്ങൾ അവഗണിക്കാൻ സമൂഹം നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ശരിയായ വഴി കാണിച്ചു തരുന്ന നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, അന്തർബോധം, എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ നിന്നറിയുന്ന ആ നിമിഷം. ഇതെല്ലാം നിങ്ങളുടെ ഇന്നർ വിഷനാണ്. അത് സാധാരണ ചിന്തകളുടെ ബഹളത്തെ ഭേദിച്ച് പുറത്തുവരാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹിന്ദുമതത്തിൽ ഇതിനെ ആജ്ഞാചക്രം എന്ന് വിളിക്കുന്നു, ശിവന്റെ 3ാം കണ്ണ്. നിങ്ങളുടെ തലച്ചോറിന്റെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥിയെ ആയിരക്കണക്കിന് വർഷങ്ങളായി ആത്മാവിന്റെ ഇരിപ്പിടം എന്നാണ് പറയുന്നത്. എല്ലാ സംസ്കാരങ്ങളും ഈ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതം നമ്മളെ അതിനെ അടിച്ചമർത്താൻ പഠിപ്പിച്ചു. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ആ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഉണരാൻ വേണ്ടി കാത്തിരിക്കുന്നു.
വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഒരു പേശിക്ക് ശരിയായ ഉത്തേജനം മാത്രം മതിയാകും. 3 താക്കോലുകൾ. ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്താൻ. നമ്മുടെ മഹത്തായ യോഗികൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്താൻ 3 അത്യാവശ്യ താക്കോലുകൾ കണ്ടെത്തിയിരുന്നു. നൂറ്റാണ്ടുകളായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു താക്കോൽക്കൂട്ടിന്റെ 3 താക്കോലുകളായി നിങ്ങൾക്കിവയെ മനസ്സിലാക്കാം. ഈ താക്കോലുകളിൽ ഒന്നില്ലാതെ ഈ താക്കോൽക്കൂട്ട് ഒരിക്കലും തുറക്കില്ല. 1. ആദ്യത്തെ താക്കോൽ പവിത്രമായ മൗനം, സേക്രഡ് സൈലൻസ്. ഇത് ഫോൺ ഓഫ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശാന്തതയല്ല. ഇത് നിങ്ങളുടെ ചിന്തകൾക്കിടയിലുള്ള ആ ആഴത്തിലുള്ള ശാന്തതയാണ്, ആ ശൂന്യതയാണ്. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള നിങ്ങളുടെ യഥാർത്ഥ ശക്തി വസിക്കുന്ന ആ നിമിഷം. ഉണർന്നിരിക്കുമ്പോൾ ഈ അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ പഠിക്കണം. രഹസ്യം: നിങ്ങളുടെ ഇന്നർ വിഷൻ ചിന്തകൾക്കിടയിലുള്ള ആ വിടവിൽ മാത്രമേ ഉയർന്നുവരൂ. ഇത് പകൽ വെളിച്ചത്തിൽ നക്ഷത്രങ്ങളെ കാണാൻ ശ്രമിക്കുന്നതുപോലെയാണ്. ചിന്തകളുടെ ആകാശം ശാന്തമാകാതെ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല. 2. രണ്ടാമത്തെ താക്കോൽ ബോധപൂർവമുള്ള ശ്വാസം, കോൺഷ്യസ് ബ്രീത്തിംഗ്. നിങ്ങളുടെ ശ്വാസം ഈ ലോകത്തിനും ആ ലോകത്തിനുമിടയിലുള്ള പാലമാണ്. ഇപ്പോൾ നിങ്ങൾ അറിയാതെയാണ് ശ്വാസമെടുക്കുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ബോധപൂർവമായ നിയന്ത്രണം ചെലുത്തുമ്പോൾ മാന്ത്രികത സംഭവിക്കുന്നു. ചില പ്രത്യേക ശ്വാസമെടുക്കൽ രീതികൾ ബോധത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുന്ന താക്കോലുകൾ പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ യോഗികൾ പ്രാണായാമം കണ്ടെത്തിയത് അവരുടെ ബ്രെയിൻ വേവുകളെ ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്കും തീറ്റ അവസ്ഥയിലേക്കും കൊണ്ടുപോകാനാണ്. തീറ്റ അവസ്ഥയാണ് ഇന്നർ വിഷൻ സ്വാഭാവികമായി ഉണർത്തുന്ന അവസ്ഥ. 3. മൂന്നാമത്തെ താക്കോൽ ഏകാഗ്രമായ ധ്യാനം, ലേസർ ഫോക്കസ്. ഇന്നത്തെ ശ്രദ്ധ തെറ്റുന്ന ലോകത്ത് ഇത് പരിശീലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങളുടെ ശ്രദ്ധ ഒരു ലേസർ ബീം പോലെയാണ്. ചിതറിക്കിടക്കുകയാണെങ്കിൽ ഫലമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കല്ലിനെ പോലും മുറിക്കാൻ കഴിയും. എന്നാൽ പലർക്കും അറിയില്ല, ശ്രദ്ധ പലതരത്തിലുണ്ട്. കണക്കിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിവരുന്ന കഠിനമായ ശ്രദ്ധയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു മൃദുലമായ സ്വീകാര്യമായ അവബോധമാണ്. ഒരു ടോർച്ച് ലൈറ്റും ശാന്തമായി കത്തുന്ന അഗ്നിയും തമ്മിലുള്ള വ്യത്യാസം പോലെ. ഈ 3 താക്കോലുകളും ഒരു പുരാതന ദിവ്യ ഔഷധം പോലെ ഒരുമിച്ച് പ്രവർത്തിച്ച് എന്നും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ശക്തിയെ ഉണർത്തുന്നു. 7. ദിവ്യശ്വാസത്തിന്റെ ശക്തി, ദ 7 ഡിവൈൻ ബ്രെത്ത്സ്. പക്ഷെ ഇവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് മാത്രം പോരാ. തലമുറകളായി ഗുരുക്കന്മാർ ശിഷ്യർക്ക് നൽകിയ കൃത്യമായ ടെക്നിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ വരുന്നു ഏറ്റവും ശക്തമായ ഭാഗം. 7. ദിവ്യശ്വാസത്തിന്റെ ടെക്നിക്ക്. ഇത് വെറും ശ്വാസമെടുക്കലല്ല, ബോധത്തിന്റെ ആഴങ്ങൾ തുറക്കുന്ന താക്കോലാണിത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട് 7? കാരണം 7 എന്ന സംഖ്യ നമ്മുടെ 7 ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 7 ശ്വാസങ്ങൾ നമ്മെ ബോധത്തിന്റെ 7 തലങ്ങളിലൂടെ കടത്തിവിടുന്നു. ശാന്തമായ ഒരിടത്ത് വിശ്രമത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് മെഴുകുതിരിയുടെയോ അഗർബത്തിയുടെയോ ആവശ്യമില്ല. നിങ്ങളുടെ ഉദ്ദേശവും സമർപ്പണവും മാത്രം മതി. ഈ ടെക്നിക്ക് നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങളുടെ ബ്രെയിൻ വേവ്സുമായി സമന്വയിപ്പിച്ചാണ് സിങ്ക് പ്രവർത്തിക്കുന്നത്. ഓരോ ശ്വാസവും നിങ്ങളെ തീറ്റ അവസ്ഥയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. അവിടെ ബോധമനസ്സിനും അവബോധമനസ്സിനും ഇടയിലുള്ള ഭിത്തി അപ്രത്യക്ഷമാകും. 1. ആദ്യത്തെ ശ്വാസം. 4 എണ്ണം വരെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഒരു സ്വർണ്ണ ദിവ്യ ഊർജം നിറയുന്നതായി സങ്കൽപ്പിക്കുക. 7 എണ്ണം വരെ ശ്വാസം പിടിച്ചുവയ്ക്കുക. ആ ഊർജം ശരീരം മുഴുവൻ സഞ്ചരിക്കുന്നതായി അനുഭവിക്കുക. ഇനി 8 എണ്ണം വരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരത്തിലെ എല്ലാ പിരിമുറുക്കവും പൊടിപോലെ പുറത്തേക്ക് പോകട്ടെ. ഈ 4, 7, 8 പാറ്റേൺ നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ദിവ്യബോധത്തിന്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. 2. രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്വാസം, സെക്കൻഡ് ആൻഡ് തേർഡ് ബ്രത്ത്. സമയം പതുക്കെയാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഓരോ ശ്വാസവും മുൻപത്തേതിനേക്കാൾ ആഴമേറിയതാണ്. അത് ശ്വാസകോശത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തിലും നിറയുന്നു. നിങ്ങളുടെ കൺപോളകൾക്ക് ഭാരം കൂടട്ടെ, പക്ഷേ മനസ്സ് ഉണർന്നിരിക്കണം. നിങ്ങൾ ഉണർന്നിരിക്കുന്നതിനും ഉറങ്ങുന്നതിനും ഇടയിലുള്ള ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് അസാധാരണമായ അനുഭവങ്ങൾ സംഭവിക്കുന്നത്. 3. നാലാമത്തെയും 5ാമത്തെയും ശ്വാസം, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ബ്രത്ത്. യഥാർത്ഥ മാന്ത്രികത ഇവിടെയാണ് സംഭവിക്കുന്നത്. പലർക്കും ആദ്യമായി നെറ്റിയുടെ മധ്യഭാഗത്ത് എന്തെങ്കിലും അനുഭവപ്പെടും. അടച്ച കണ്ണുകൾക്ക് പിന്നിൽ നിറങ്ങൾ കാണാം, അല്ലെങ്കിൽ സ്വന്തം ശരീരം വികസിക്കുന്നതായി അനുഭവപ്പെടാം. ഈ അനുഭവങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ല. ഒരു സാക്ഷിയെ വിറ്റ്നസ് പോലെ ഇവയെ നോക്കിക്കാണുക. നിങ്ങളുടെ ആജ്ഞാചക്രം സജീവമാകാൻ തുടങ്ങിയിരിക്കുന്നു. 4. ആറാമത്തെയും 7ാമത്തെയും ശ്വാസം, സിക്സ്ത് ആൻഡ് സെവൻത് ബ്രത്ത്. ഇപ്പോൾ നിങ്ങൾ ആ വാതിൽക്കലാണ്. ആഴത്തിൽ ശാന്തമായി, എന്നിട്ടും പൂർണ്ണമായും ബോധവാനായി. നിങ്ങൾ ഉറക്കത്തിന്റെ അറ്റത്ത് നിൽക്കുന്നതുപോലെ, പക്ഷേ ഉറങ്ങിയിട്ടില്ല.
രണ്ട് ലോകങ്ങൾക്കിടയിലെ മറപ്പേപ്പർ പോലെ നേർത്തതായി മാറിയിരിക്കുന്നു. ചിലർക്ക് അവരുടെ ബോധം ശരീരത്തിന് പുറത്തേക്ക് വ്യാപിക്കുന്നതായി അനുഭവപ്പെടും. ചിലർക്ക് തങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളുമായും ആഴത്തിലുള്ള ഐക്യം അനുഭവപ്പെടും. ഈ അവസ്ഥയിൽ തുടരുക. ഇന്നർ വിഷൻ ഒരു കാട്ടുമൃഗത്തെ പോലെയാണ്. നിങ്ങൾ അതിനെ പിന്തുടർന്നാൽ അത് ഓടിപ്പോകും. നിങ്ങൾ ശാന്തമായിരുന്നാൽ അത് സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ സമയത്താണ് പലർക്കും ആദ്യമായി ആ മറക്കപ്പുറത്തുള്ള സത്യത്തിന്റെ ഒരു നേർക്കാഴ്ച ലഭിക്കുന്നത്. പടിവാതിലിന്റെ പരീക്ഷകൾ, ടെസ്റ്റ്സ് ഓഫ് ദ ത്രഷോൾഡ്. നിങ്ങൾ ഈ ശക്തി വികസിപ്പിക്കുമ്പോൾ ചില പരീക്ഷകളിലൂടെ കടന്നുപോകേണ്ടിവരും. ഞാൻ അതിനെ പടിവാതിലിന്റെ പരീക്ഷകൾ എന്ന് വിളിക്കുന്നു. ഇവയെ ഭയപ്പെടരുത്. ഇവർ നിങ്ങളുടെ ഗുരുക്കന്മാരാണ്. ഒന്നാം പരീക്ഷ, സംശയം, ഡൗട്ട്. നിങ്ങൾക്ക് തോന്നും, ഞാൻ ശരിക്കും എന്തെങ്കിലും കണ്ടോ, അതോ ഇതെന്റെ ഭാവന മാത്രമായിരുന്നോ? ഇത് സാധാരണമാണ്. നിങ്ങൾ വർഷങ്ങളുടെ ശീലങ്ങളെയാണ് തകർത്തെറിയുന്നത്. ഇതിനുള്ള പ്രതിവിധി നിങ്ങളുടെ അനുഭവങ്ങളെ വിധിക്കാതെ ഒരു ഡയറിയിൽ എഴുതുക എന്നതാണ്. രണ്ടാം പരീക്ഷ, ഭയം, ഫിയർ. ഇതൊരു അപകടത്തെക്കുറിച്ചുള്ള ഭയമല്ല, മറിച്ച് നിങ്ങളുടെ പരിചിതമായ ലോകത്തെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. ഈ ഭയം പലപ്പോഴും ശരീരത്തിലെ മിന്നലായോ അല്ലെങ്കിൽ തലയിലെ മർദ്ദമായോ അനുഭവപ്പെടാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബോധം വ്യാപിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ആഴത്തിൽ ശ്വാസമെടുക്കുന്നത് തുടരുക. മൂന്നാം പരീക്ഷ, അക്ഷമ, ഇംപേഷ്യൻസ്. നിങ്ങൾ ഉടൻ ഫലം ആഗ്രഹിക്കും. പക്ഷേ ഇന്നർ വിഷൻ ഒരു പൂന്തോട്ടം പോലെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ വളർത്താൻ കഴിയില്ല. ചിലർക്ക് ഉടനടി അനുഭവങ്ങളുണ്ടാകും. ചിലർക്ക് ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ. സ്വന്തം സമയത്തിൽ വിശ്വസിക്കുക. നാലാം പരീക്ഷ, ആത്മീയ അഹങ്കാരം, സ്പിരിച്വൽ ഈഗോ. ശക്തികൾ വികസിച്ചു തുടങ്ങുമ്പോൾ പ്രത്യേകത തോന്നാൻ തുടങ്ങും. എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയാം. ഈ ഭാവം വന്നാൽ ഇന്നർ വിഷൻ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന വഴിയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കും. സത്യമായ ശക്തി വരുന്നത് വിനയത്തിൽ നിന്നാണ്, അഹങ്കാരത്തിൽ നിന്നല്ല. ആ മാന്ത്രിക നിമിഷം, ചിലർ ദ ക്ലിക്ക് എന്ന് വിളിക്കുന്ന ഒരു മാന്ത്രിക നിമിഷം വരും. കണ്ണിൽ നിന്ന് ഒരു അദൃശ്യമായ കെട്ട് അഴിഞ്ഞുപോയതായി തോന്നും. പെട്ടെന്ന് ലോകം പുതിയതായി തോന്നാൻ തുടങ്ങും. നിങ്ങൾക്ക് ചുറ്റുമൊന്നും മാറിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആളുകൾക്ക് ചുറ്റുമുള്ള ഊർജ്ജമണ്ഡലങ്ങൾ കാണാൻ തുടങ്ങും. അവർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ വികാരങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, അല്ലെങ്കിൽ യുക്തിപരമായ കാരണമില്ലാതെ ഒരു സാഹചര്യത്തെക്കുറിച്ചെല്ലാം അറിയാൻ കഴിയും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ്: നിങ്ങൾക്ക് ഈ നിമിഷം നിർബന്ധിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ അതിനെ തിരയാതിരിക്കുമ്പോൾ ആണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. പൂർണ്ണമായ സമർപ്പണത്തിന്റെ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഒരു പ്രതീക്ഷയുമില്ലാതെ വെറുതെ പരിശീലിക്കുമ്പോൾ ആ മറ അപ്രത്യക്ഷമാകും. യഥാർത്ഥ മാന്ത്രികത അസാധാരണമായ അനുഭവങ്ങളിലല്ല, ഈ ബോധത്തെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലാണ് യഥാർത്ഥ മാന്ത്രികത. നിങ്ങൾ ഒരു തരത്തിൽ രണ്ട് ലോകങ്ങൾക്കിടയിലെ ഒരു പരിഭാഷകനായി മാറുന്നു. ശരിയായി തെളിയുന്ന നിങ്ങളുടെ അന്തർബോധത്തിൽ ഗട്ട് ഫീലിംഗ്സ് ശ്രദ്ധിക്കുക. ആരെയും വിളിക്കാൻ തോന്നുകയും അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നുവെന്ന് അറിയുകയും ചെയ്യുന്ന ആ ആഗ്രഹത്തിൽ ശ്രദ്ധിക്കുക. ഈ ചെറിയ നിമിഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് വലിയ പാറ്റേണുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ആളുകളുടെയും സ്ഥലങ്ങളുടെയും ഊർജ്ജത്തോട് കൂടുതൽ സംവേദനക്ഷമത ഉള്ളവരായി മാറും. ഇതൊരു ഭാരമല്ല, ഒരു വരമാണ്. എന്നാൽ ഓർക്കുക, ഈ വർദ്ധിച്ച ശക്തിയോടൊപ്പം ഉത്തരവാദിത്തവും വരുന്നു. നിങ്ങൾക്ക് ആളുകളുടെ മുഖംമൂടിക്കപ്പുറം കാണാൻ കഴിയും. അവരുടെ ഭയവും അരക്ഷിതാവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അറിവ് കരുണയോടെ ഉപയോഗിക്കുക, വിധിക്കാൻ വേണ്ടിയല്ല. മറ്റുള്ളവരെ മെച്ചപ്പെടുത്തുക എന്നതല്ല, നിങ്ങളുടെ ജോലി വിവേകത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക എന്നതാണ്. നിങ്ങളുടെ ഇന്നർ വിഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ കുറഞ്ഞ ചിന്തയോടെ മികച്ച തീരുമാനങ്ങൾ എടുക്കും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആളുകളിലേക്കും സാഹചര്യങ്ങളിലേക്കും നിങ്ങൾ ആകർഷിക്കപ്പെടും. പുറമേയുള്ള അഭിപ്രായങ്ങളെക്കാൾ നിങ്ങളുടെ അന്തരാത്മാവിനെ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ജീവിതത്തെ ആഴത്തിലുള്ള അർത്ഥത്തോടെയും ബന്ധത്തോടെയും ജീവിക്കും. ഇതെല്ലാം അമാനുഷികമായി തോന്നില്ല, മറിച്ച് സാധാരണമായി മാറും. കാരണം നിങ്ങളുടെ സാധാരണത്തിന്റെ നിർവചനം തന്നെ മാറിക്കഴിഞ്ഞിരിക്കും. അതിൽ അത്ഭുതങ്ങളും ഉൾപ്പെടും. ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾ ആദ്യത്തെ ചുവടുവെപ്പ് എടുത്തിരിക്കുന്നു. എന്നാൽ ഈ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ ടെക്നിക്ക് ഒരു തുടക്കം മാത്രമാണ്. ഇന്നു മുതൽ രാത്രി തന്നെ തുടങ്ങുക. കുറച്ചുനേരം ശാന്തമായി ഇരിക്കുക. 7 ദിവ്യശ്വാസങ്ങൾ പരിശീലിക്കുക. ഓർക്കുക, ദിവസവും 10 മിനിറ്റ് പരിശീലിക്കുന്നത് ഇടയ്ക്കിടെ 1 മണിക്കൂർ ചെയ്യുന്നതിനേക്കാൾ ശക്തിയുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ വിഷൻ ഒരു പൂവ് പോലെയാണ്. അത് പതുക്കെയും സ്ഥിരമായ പരിചരണത്തിലൂടെയും വിരിയുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ആ മറക്കപ്പുറം കാണാനും ആഴത്തിലുള്ള ഒരു സത്യവുമായി ബന്ധപ്പെടാനും നിങ്ങൾക്കും ഒരു വിളി തോന്നുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ തുടങ്ങാനുള്ള സമയമായിരിക്കാം. നിങ്ങളുടെ സാധാരണ അറിവിനും അപ്പുറമുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ
താഴെ കമന്റുകളിൽ പങ്കിടുക.